നമസ്കാരം. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ തിങ്കളാഴ്ചയോടെ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥനും ചൊവ്വാഴ്ച ഇക്കാര്യം സൂചിപ്പിച്ചു. 2023 നവംബറിലെ പോലെ പലസ്തീൻ തടവുകാരുടെ മോചനത്തിനു പകരം ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന തരത്തിലുള്ളതാവും ഇത്തവണത്തെ വെടിനിർത്തൽ കരാറും. ഈജിപ്ത്, ഖത്തർ, US, ഫ്രാൻസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മാർച്ചിൽ റംസാൻ മാസം ആരംഭിക്കുന്നതിനു മുമ്പായി 6 ആഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട ശ്രമമാണ് നടക്കുന്നത്. നവംബറിലെ വെടിനിർത്തലിന് ചുക്കാൻ പിടിച്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിലേക്ക് തിരിക്കും മുമ്പ് ഖത്തറിലെ ദോഹയിൽ കഴിയുന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുമായി അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിരമായ വെടിനിർത്തൽ അടിയന്തരമായി സാധ്യമാക്കുന്നതിനുള്ള ചർച്ചയായിരുന്നു ഇതെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലൂടെ റാഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കരയാക്രമണം വൈകിപ്പിക്കാം എന്നല്ലാതെ തടയാനാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിന് മേൽ പൂർണ്ണ വിജയം നേടാൻ റാഫേൽ കരയുദ്ധം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5-ാം മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29,782 ആയി. അതേസമയം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് റഫയെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സുരക്ഷിത സ്ഥാനമെന്ന് ജനങ്ങൾ കരുതുന്ന റാഫയിൽ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ചൂണ്ടിക്കാട്ടി. ജനീവയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് UN മനുഷ്യാവകാശ കൗൺസിലിന്റെ 55ാമത് സെഷനിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിൽ ഇസ്രായേൽ നടത്തുന്ന ഏതൊരാക്രമണവും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാവും. യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലെ പ്രതിസന്ധിയുടെ കാര്യത്തിൽ ചില രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനമാണ് നടക്കുന്നതെന്നും മാനുഷിക ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉടൻ യോഗം ചേരേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം വടക്കെന്നോ തെക്കെന്നോ ഇല്ലാതെ ഗാസയിൽ യുദ്ധം അതിരൂക്ഷമാണ്. വെടിനിർത്തൽ പ്രതീക്ഷകൾ അനന്തമായി നീളുന്നതിനിടെയും ഇസ്രായേൽ സേനയും ഹമാസും തമ്മിലുള്ള പോരാട്ടം മൂലം ഗാസയിലെമ്പാടും ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിനും പട്ടിണിക്കും പരിഹാരമില്ല എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. വടക്കൻ ഗാസയിൽ പട്ടിണിയിലായ പലസ്തീൻ കുടുംബങ്ങളിൽ ഒന്നിലെ നവജാത ശിശു മരണപ്പെട്ടു. പട്ടിണിയുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതും യുദ്ധതന്ത്രമാക്കുകയാണെന്ന് ഇസ്രായേലിനെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ്. അതിർത്തിക്കപ്പുറം ഭക്ഷണവുമായി ട്രക്കുകൾ കാത്തുകിടക്കുകയാണെന്നും യുദ്ധം മൂലം അവയ്ക്ക് ഗാസയിൽ പ്രവേശിക്കാനാകുന്നില്ലെന്നും UNന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മേധാവി സമീർ അബ്ദുൽ ജാബിർ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാൻ പോലും ആകാതെ കൊടും പട്ടിണിയിൽ നരകിക്കുന്നതിലും ഭേദം യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതാണെന്ന് ചിന്തിപ്പിക്കും വിധം ദയനീയമാണ് സ്ഥിതിയെന്ന് ഗാസക്കാർ പറയുന്നു.